ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഞാനീ പറയുന്ന രീതിയിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന ഈ പറയുന്ന ഒരു അത്ഭുത വരി ഒരു രഹസ്യവിദ്യയാണ്, ഇതുവരെ പറയാത്ത കാര്യമാണ്. ഉരുവിട്ടാൽ ശിവനും മഹാലക്ഷ്മിയും നിങ്ങൾക്ക് ദിവസം തോറും സർവ്വ ഐശ്വര്യങ്ങളും വലിയ അളവിൽ ധനവും സമ്പത്തും ഒക്കെ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതായാലും ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് ചെയ്ത് നോക്കുക. ഒരു ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല, അത് ആവർത്തിക്കണം. മാത്രമല്ല, ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുമ്പോൾ തൊട്ട് ചിലർക്ക് മാറ്റം ഉണ്ടാകും, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ ഞാൻ തരുന്നത്. കാരണം മിക്കവാറും എനിക്ക് വർക്കുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാനങ്ങനെ അതാണ് ഫ്രീ ആകുന്നതനുസരിച്ച് നിങ്ങൾ നോക്കാനുണ്ടെങ്കിൽ കൈരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം ഇതാണ് നോക്കുന്നത്. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല, എല്ലാ മെസ്സേജ് നോക്കാനും പറ്റത്തില്ല. പറ്റുന്നത് ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ട് സാഹചര്യം പറയുന്നതേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾക്ക് ഇതാർക്കും ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ചിട്ടയോ ഒന്നുമില്ല. ഇപ്പം ദമ്പതിമാർക്കും ചെയ്യാം, അല്ലാത്തവർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലും കൈയും മുഖം ഒന്ന്, അല്ലെങ്കിൽ കൈയെങ്കിലും ഒന്ന് നനച്ചിട്ട്, അല്ലെങ്കിൽ കാലും കൈ മുഖം ഒന്ന് നനച്ചിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്നിട്ട് നനച്ചിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് കൈയും ഒന്ന് ജസ്റ്റ് കൂട്ടി തിരുമുക. എന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന്, കിടക്കപ്പായി ഇരുന്നുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്നു ഈ പറയുന്ന രീതിയിൽ കണ്ട് ഇങ്ങനെ കൈ വയ്ക്കണം. കണ്ടല്ല, ഇങ്ങനെ കൈ വെച്ച് കണ്ടല്ലോ, ചേർത്ത് വെക്കുക, കൈ വെക്കുക, വടക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് തിരിഞ്ഞിരുന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഇതുപോലെ തന്നെ ജപിക്കണം, വാ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. നമ ശിവായ. അപ്പം നമ ശിവായ എന്ന് ജപിക്കണം. എന്നിട്ട് ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി. ഓം നമ ശിവായ, അവിടെ രണ്ട് ശ ഉച്ചരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമ ശിവായ, അവിടെ സാധാ ശി ഉച്ചരിച്ചാൽ മതി, ഒരു ശ മതി. അതിനുശേഷം രണ്ടാമത് നമ്മൾ പറയും ഓം നമ ശിവായ, അവിടെ രണ്ട് ശ ഉച്ചരിക്കണം, നമ ശിവായ. മൂന്നാമത് ശിവായ നമ, അത് സാധാ ശ, ഒരു ശ ഉച്ചരിച്ചാൽ മതി. ഇങ്ങനെ ഒരു ഉച്ചരിച്ച ശേഷം ഒരു 3 തവണ ഉച്ചരിക്കുക. ഓം നമ, ആദ്യം ഇങ്ങനെ ഓം വേണ്ട, ആദ്യം നമ ശിവായ, ഓം നമ ശിവായ, ശിവായ നമ, ഇങ്ങനെ 3 തവണ ഉച്ചരിക്കുക. അതിനുശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നിങ്ങനെ ഇത്രയും ജപിച്ചിട്ട് നിങ്ങളുടെ ഈ വലത്ത് മൂക്ക്, നിങ്ങളുടെ വലത്ത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇടത്ത് മൂക്കിനുള്ളിൽ കൂടെ നമശിവായ എന്ന് മനസ്സിൽ ജപിച്ചിട്ട് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിച്ചിട്ട് ശ്വാസം നീട്ടിവിടുക. മതി. അവിടെ നമശിവായ മാത്രം ജപിച്ചാൽ മതി. അവിടെ നമശിവായ എന്ന് ജപിക്കുമ്പോൾ ഇഷിന്ന് ഉച്ചരിക്കണം കേട്ടോ. നമശിവായ എന്ന് മനസ്സിൽ ജപിച്ചിട്ട് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിച്ച ശേഷം നിങ്ങളുടെ വലത്തുമൂക്ക് അടച്ച് ഇടതുമൂക്കിൽ കൂടെ മനസ്സിലാണ് ജപിക്കേണ്ടത് കേട്ടോ. ശ്വാസം നീട്ടിവിടുക. അപ്പോൾ ഇത് മനസ്സിലാണ് ജപിക്കേണ്ടത്. ഇങ്ങനെ ഉച്ചരിക്കേണ്ടത് വാ കൊണ്ട് തന്നെ ഉച്ചരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക. എന്നിട്ട് കിടന്നുറങ്ങാം. ഇനിയും രാവിലെ എഴുന്നേറ്റ ഉടനെ കിടക്കപ്പായിരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞു. ഞാൻ എപ്പോഴും ഒരു രഹസ്യവിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട്. വലത് സൈഡ് ചെരിഞ്ഞ് എഴുന്നേൽക്കണം. എന്നിട്ട് കിടക്കപ്പായിരുന്നുകൊണ്ട് ഗോവിന്ദ 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 എന്ന് 3 തവണ വിളിക്കണം. ഭഗവാൻ കൃഷ്ണനെ ഗോവിന്ദ എന്ന് വിളിച്ചാൽ ഭഗവാൻ ഏത് കാര്യം സാധിച്ചു തരും. അപ്പം ഭഗവാനെ ഗോവിന്ദ 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 ഭഗവാനെ എന്ന് വിളിക്കണം. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഭഗവാനെ, എനിക്കൊരു ജീവിതമാർഗം നൽകണേ, ധനവും അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ,
ഇന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട് വരണേ, എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ ഭഗവാനെ, ഇത്രയും പറയുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. ഗോവിന്ദ എന്ന് വിളിച്ച് കൃഷ്ണനോട് എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ നടത്തി തരും. പാഞ്ചാലിക്ക് വസ്ത്രാക്ഷേപ സമയത്ത് ഗോവിന്ദ എന്ന് വിളിച്ച് പാഞ്ചാലി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ അത്രയും വലിയ പ്രതിസന്ധിയിൽ ഒരു സഹായം നൽകിയത്. ഈ ഗോവിന്ദ എന്ന് ആര് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അപാരമായ ഭഗവാന്റെ സഹായം വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ്. ചെയ്തു നോക്കുക, ബാക്കി നിങ്ങൾ അനുഭവിച്ചറിയുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന്, ഇത് വലത് സൈഡ് ചെരിഞ്ഞ് എഴുന്നേറ്റ് കിടക്കപ്പായിരുന്നു ചെയ്യേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് സർവമംഗളമംഗല്യം 3 തവണ ജപിക്കുക, ശിവോഹം 3 തവണ ജപിക്കുക, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ 3 തവണ ജപിക്കുക, ഓം കൃഷ്ണായ നമ 3 തവണ ജപിക്കുക. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇത് വെള്ളിയാഴ്ച അല്പനേരം കൂടുതൽ ജപിക്കണം. ഈ വടക്കോട്ട് തിരിച്ചെന്ന് ജപിക്കുന്ന രഹസ്യമാണ്, രഹസ്യവിദ്യയാണ്. ഇനി ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വലത് കൈ 2 കൈയും കൂട്ടിപ്പിടിച്ച് വിരലുകൾ ചേർത്ത് പിടിച്ച് വടക്കോട്ടിരുന്ന് നമ ശിവായ, ഓം നമ ശിവായ, ശിവായ നമ 3 തവണ ജപിക്കുക. അതിനുശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ 3 തവണ ജപിക്കുക. അതിനുശേഷം മനസ്സിൽ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് അല്ല കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യാം. മനസ്സിൽ നമശിവായ, അവിടെ ഇശി ജപിക്കണം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് മനസ്സിൽ, അതായത് വലതുമോ കടച്ചുകൊണ്ട് മനസ്സിൽ ജപിച്ചിട്ട് ശ്വാസം നീട്ടിവിടുക മതി. ഈ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം അത് പരമപ്രധാനമാണ്. അത് ചെയ്യുന്നതോടൊപ്പം രാവിലെ ഇതുപോലെ ചെയ്യുക. ഭയങ്കരമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. അതുപോലെ ഗോവിന്ദൻ്റെ ആ വിദ്യയും അങ്ങനെ ചെയ്യുക. ദിവസം തോറും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരും. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകും. സർവ്വ സമ്പത്തും ഭഗവാൻ നൽകും, സർവ്വ ഐശ്വര്യങ്ങൾ നൽകും. ഏത് കാര്യങ്ങളിലെ വിഘ്നങ്ങളെയും ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാൻ മാറ്റിത്തരും. ഇതോടൊപ്പം നിങ്ങൾ ഒരു പറയുന്ന 2 കാര്യങ്ങളൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. തിങ്കൾ ശനി ഈ ദിവസങ്ങളിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ പോയി ഒരു നെയ്വിളക്ക് മാത്രം തെളിയിച്ച് നമ ശിവായ, അവിടെ ഇശി വേണ്ട, സാധാരണ ഒരു ശാ മതി, നമ ശിവായ, ഓം നമ ശിവായ, അവിടെ 2 ശാ വേണം, നമ ശിവായ, അവസാനം ശിവായ നമ ഒരു ശാ. അത് 3 തവണ ജപിച്ച ശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഇത് 3 തവണ ജപിച്ച ശേഷം ഭഗവാൻ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ എന്ന് പ്രാർത്ഥിച്ച് നെയ്വിളക്ക് തെളിയിച്ച് വെക്കുക. തിങ്കളാഴ്ച രാവിലെ, തിങ്കളാഴ്ച വൈകിട്ട്, ശനിയാഴ്ച രാവിലെ, ശനിയാഴ്ച വൈകിട്ട്. ഈ എത്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയാണേലും, എത്ര സാമ്പത്തികമായ ദുരിതങ്ങളിൽ കടന്നു പോകുന്നവരെയാണേലും ശിവഭഗവാൻ മഹാലക്ഷ്മിയും രക്ഷപ്പെടുത്തിയിരിക്കും. വിശ്വാസത്തോടെ ചെയ്യണം. ഇതൊക്കെ ഈ മന്ത്രമാണേലും ഈ നെയ്വിളക്കാണേലും തെളിയിച്ചു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. മന്ത്രമാണേലും ചൊല്ലിക്കഴിഞ്ഞ് അല്ലെങ്കിൽ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, മറന്നേക്കണം. ചിന്തിച്ചാൽ സംശയം ഉണ്ടെന്ന് അതിനർത്ഥം. സംശയത്തോടുകൂടി എന്ത് ചെയ്താലും ഫലം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ചെയ്യുക, മറക്കുക, അങ്ങനെ ആവർത്തിക്കുക. എല്ലാ ദുരിതങ്ങളും ഇപ്പോൾ ഈ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി. പിന്നെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയി ശിവന് വൈകുന്നപാട് നെയ്വിളക്ക് തെളിയിക്കണം. എന്നിട്ട് ഈ മന്ത്രം ചൊല്ലി നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു ദിവസം. ഇനി ശനിയാഴ്ച മാത്രം പോകാൻ പറ്റുന്നവരാണെങ്കിൽ ശനിയാഴ്ച പോയി തെളിയിക്കുക, രാവിലെ തെളിയിക്കുക. വൈകിട്ട് തെളിയിക്കുന്ന ഏറ്റവും പെട്ടെന്ന് ഫലമുണ്ടാകും. അതുപോലെ തിങ്കളാഴ്ച രാവിലെ നെയ്വിളക്ക് ശിവനെ തെളിയിച്ചാലും വലിയ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ വൈകിട്ട് തെളിയിക്കാൻ പറ്റുന്നവർ തെളിയിക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ തെളിയിച്ചാലും മതി. തിങ്കളാഴ്ച രാവിലെയും ശനിയാഴ്ച വൈകിട്ടും ശിവന് നെയ്വിളക്ക് തെളിയിച്ചാൽ വലിയ സാമ്പത്തികം ഉണ്ടാകും എന്നുള്ളതാണ് അനുഭവം. രഹസ്യവിദ്യയാണ്, വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. തിങ്കളാഴ്ച രാവിലെയും ശനിയാഴ്ച വൈകിട്ടുമെങ്കിലും ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിച്ച് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അപാരമായ അനുഗ്രഹങ്ങൾ നൽകുമെന്നുള്ളതാണ് നിരവധി അനവധി അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യം. ഭഗവാൻ ഞാൻ പറഞ്ഞല്ലോ എത്രയോ പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നു. ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ പറയുന്ന ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ 2 കണ്ടെയ്നർ അതൊക്കെ മേടിച്ച് അവരൊക്കെ ഇതുപോലുള്ള ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ, അതുപോലെ വലിയ തുകകൾ കിട്ടിയവരെ, വലിയ ബിസിനസ്സുകാരെ, ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്ന കാര്യം പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. ഇവിടെ നിങ്ങളും ഭഗവാനും മാത്രമേ ഉള്ളൂ. ഞാനൊരു വഴി പറഞ്ഞു തരുന്ന ആളെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഭഗവാനിലായിരിക്കണം നിങ്ങളുടെ മനസ്സ് മുഴുവൻ, നിങ്ങളുടെ ചിന്ത മുഴുവൻ.
ഭഗവാനിൽ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഫലമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ എപ്പോൾ ആർക്ക് പണം കൊടുത്താലും വലത് കൈകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പം ഓം കൃഷ്ണായ നമ ജപിക്കുക, അല്ലെങ്കിൽ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ജപിക്കുക, അല്ലെങ്കിൽ ഓം കൃഷ്ണായ നമ ജപിച്ചുകൊണ്ട് കൊടുക്കുക. മേടിക്കുമ്പോഴെപ്പോഴും ഇടത് കൈകൊണ്ട്, നിങ്ങളുടെ ഇടത് കൈകൊണ്ട് മേടിക്കുക. അപ്പോൾ ഇടത് കൈകൊണ്ട് മേടിക്കുമ്പം ഓം കൃഷ്ണായ നമ ജപിച്ചു മേടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് തന്നെ പേഴ്സി വെക്കുക, പണം വർദ്ധിച്ചു വരും. ഈ വലത് കൈ കൊണ്ടാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിലും അത് ഇടത് കൈയിൽ പിടിച്ച് ഓം കൃഷ്ണായ നമ ജപിച്ച് ഇടത് കൈ കൊണ്ട് പേഴ്സി വെക്കുക, പണം വർദ്ധിച്ചു വരും. അതുപോലെ ഇടത് കാല് മുന്നോട്ട് വെച്ചുകൊണ്ട് പണം വാങ്ങുക. ഇടത് കൈ കൊണ്ടോ വലത് കൈ കൊണ്ടോ വാങ്ങുക. പക്ഷേ വലത് കൈ കൊണ്ട് വാങ്ങിയാൽ പോലും ഇടത് കൈ പിടിച്ച് ഓം കൃഷ്ണായ നമ ജപിച്ച് ഭഗവാൻ നൽകിയ സമ്പത്തിനും ഐശ്വര്യത്തിനും നന്ദി പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് ഇടത് കൈ കൊണ്ട് പേഴ്സി വെക്കുക, അല്ലെങ്കിൽ ക്യാഷ് ട്രേ വെക്കുക, പണം വർദ്ധിച്ചു വരും. നിങ്ങളിത് കൃത്യമായിട്ട് ഓരോ തവണയും ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിക്കേ. എപ്പോഴും ഇത് നിങ്ങൾ ഓരോ തവണയും ശ്രദ്ധയോടെ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിക്കേ, പണം വർദ്ധിച്ചു വരും. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. ഇതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ? അതുകൊണ്ട് നിങ്ങൾ അറിയണം. അത് ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഓം കൃഷ്ണായ നമ ജപിച്ച് ഇടത് കൈ കൊണ്ട് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് വാങ്ങിച്ചാൽ പോലും ഇടത് കൈ പിടിച്ച് ജപിച്ച് ഇടത് കൈ കൊണ്ട് വെക്കുമ്പോൾ ആ ഇടത് കൈ കൂടുതൽ നമ്മൾ ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ റൈറ്റ് ടു ബ്രെയിൻ, അതായത് നിങ്ങളുടെ റൈറ്റ് ടു ബ്രെയിൻ, വലത്ത് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നു. വലത്ത് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ അത് ഭാവനയാണ് കൂടുതലും. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉണർത്താൻ നല്ലതാണ്. അപ്പോൾ അത് ആ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും അതോടൊപ്പം ആ സാമ്പത്തിക മണി എന്നുള്ള ആ ഒരു ബോധവും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് പോകും. അതുകൊണ്ട് തന്നെ അത് ഇൻക്രീസ് ചെയ്ത് വരും, ആ മണി അല്ലെ വെൽത്ത്. ആ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നതുകൊണ്ടാണ് ആ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം പെട്ടെന്നുണ്ടാകും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഈശ്വരൻ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ. അപ്പം അത് പെട്ടെന്നുള്ള ഒരു ടെക്നിക്കാണത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അത് ഇതും ചെയ്യുന്നു, ഒന്നുമല്ല കാര്യം. കൃത്യം കാര്യം ചെയ്താൽ റിസൾട്ട് കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു, വീടില്ലാത്ത ഒരാൾക്ക് കറുത്ത പട്ട് ശിവന് വെച്ചു, അവർക്ക് വീടിന് സാക്ഷനായി. ഒരുപാട് നാളായിട്ട് ശ്രമിക്കണം. ചെയ്യേണ്ട കാര്യമുണ്ട്, അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. അതുപോലെ മിക്കവാറും ആളുകൾ പറയാറുണ്ട്, ഇപ്പം വീട്ടിൽ ഭർത്താവ് മദ്യപാനം ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നമില്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മദ്യം കഴിക്കുന്നു, കിടന്ന് ഉറങ്ങുന്നു, ആർക്കും ശല്യമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ ശിവഭഗവാൻ ഭർത്താവിൻ്റെ പേരിൽ ഒരു ജലധാര, ഒരു മൃത്യുഞ്ജയാർച്ചന, പിന്നെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ അപ്പോൾ ജലധാരയും മൃത്യുഞ്ജയാർച്ചനയും ഭർത്താവിൻ്റെ പേരിൽ തന്നെ വേണം. ഐക്യമത്യാർച്ചന ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു രസീതിൽ തന്നെ പേരെഴുതി ചോദിക്കുക. ഇത് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക ശിവക്ഷേത്രത്തിൽ. വെള്ളിയാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേരിൽ ഒരു മൃത്യുഞ്ജയാർച്ചന, അത് പിന്നെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന, ഒരു രസീതിൽ തന്നെ 2 പേരുടെ നാളും പേര് എഴുതി ചെയ്യാം. ഇത് കൃത്യ ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ചെയ്ത് നോക്കിക്കേ. എത്ര അടിച്ച് പീഡിച്ച് കലഹം ഉണ്ടായിരിക്കുന്നതാണെങ്കിലും വളരെ ഐക്യത്തിൽ യോജിച്ച് സ്നേഹിച്ച് എത്ര കുടുംബങ്ങൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഐക്യത്തിൽ പോകുന്നുണ്ടെന്നറിയാവും. ഇത് ഒരു വെള്ളിയാഴ്ച ചെയ്തിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുക സാധിക്കുന്ന പോലെ. എത്ര കുടുംബങ്ങളാണ് വളരെ സമ്പത്തിലും ഐശ്വര്യത്തിലും സമാധാനത്തിലും പോകുന്നതറിയാവും. അപ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് ചെയ്യേണ്ടത്. അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് അറിയേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ അറിയുന്നു, ഒരു കാര്യമില്ല. അറിയേണ്ട കാര്യം അറിയണം, ചെയ്യേണ്ട കാര്യം ചെയ്യണം, അപ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈശ്വരനിലേക്കുള്ള വഴിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവുകൾ അറിയാനും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനും നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും എല്ലാം വേണ്ട കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഉടനീളം പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പക്കനാളിനും വെള്ളിയാഴ്ചയും ഭദ്രകാളി അമ്മയ്ക്ക് കടുംബായുസ്സും രക്തപുഷ്പാഞ്ജലിയും ചെയ്താൽ വളരെ നല്ലതാണ്. കാരണം അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു ആപത്തിലും പോയി ചാടത്തില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തട്ടിപ്പുണ്ടെങ്കിൽ അവിടെ പോയി അങ്ങോട്ട് പോയി ചാടും. എവിടെയെങ്കിലും ഒരു തട്ടിപ്പ് നടക്കുകയാണെങ്കിൽ അവിടെ എല്ലാം പോയി ചാടിയിട്ട് പൈസയും പോയിട്ട് ഈ കടുംബായുസ്സും രക്തപുഷ്പാഞ്ജലിയും പക്കനാളിനും വെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ആപത്തിലും പോയി ചാടത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളുടെ അടുത്ത് മോശമായ ആളുകൾ ഇങ്ങോട്ട് വരത്തുമില്ല. ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും.
അതുപോലെ നിങ്ങൾ രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ തല തോർത്തുന്നതിന് മുമ്പ് ഈറനോടെ കുളിമുറി എന്നുകൊണ്ട് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച ബാലേ ബാല ഇത് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വെച്ച് വേണം ജപിക്കാൻ കേട്ടോ, പെട്ടെന്ന് ഫലം ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ പിടിച്ചാൽ നിങ്ങൾ ഇത്ര കയറ്റിയൊന്നും പിടിക്കേണ്ട, കാരണം ഞാൻ ഇത്ര കയറ്റി പിടിച്ചാലേ വീഡിയോ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഹൃദയത്തിൽ നെഞ്ചിൽ ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ അത്രേ കാണത്തുള്ളൂ. നിങ്ങൾ താത്ത് പിടി, ഹൃദയത്തിൽ നെഞ്ചിന് നേരെ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിക്കണമെന്നുള്ളൂ കേട്ടോ. ഇത് ജപിച്ചിട്ട് അമ്മയോട് പറയുക, ഭദ്രകാളിയമ്മേ ഞാൻ അവിടുത്തെ ദാസിയാണ്, അല്ലെ പുരുഷന്മാരാണെങ്കിൽ ഞാൻ അവിടുത്തെ ദാസനാണ്, സ്ത്രീകളെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ അമ്മയെ അവിടുത്തെ ദാസിയാണ്, ഭദ്രകാളിയമ്മയെന്ന് തന്നെ വിളിച്ചാൽ മതി. എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ, എനിക്ക് എതിരെ വരുന്ന ഏത് ശത്രുദോഷങ്ങളെയും അമ്മ അകറ്റി തരണേ, ഞാൻ എല്ലാവരും എനിക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ അമ്മ എന്നെ സഹായിക്കണേ, അമ്മ എല്ലാത്തിനും അവിടത്തേക്ക് നന്ദി പ്രണാമം, എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും ഐശ്വര്യം നൽകണേ, ജീവിതമാർഗ്ഗം നൽകണേ, അമ്മയ്ക്ക് പ്രണാമം നന്ദി എന്ന് പറയുക. എന്നിട്ട് വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയ്ക്ക് കടുംപായസവും ചെമ്പരത്തിമാലയും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം. അത് നേരമൊന്നും വേണമെങ്കിൽ ചെയ്താൽ മതി, അത് ആവർത്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക, സ്വയം അനുഭവിച്ചറിയാം. ഒരു തടസ്സങ്ങൾ, ഒരു ശത്രുദോഷങ്ങൾ, ഒരു ശാപദോഷങ്ങൾ ഒന്നും ഇങ്ങോട്ട് വരത്തില്ല, അമ്മ തട്ടി മാറ്റിക്കോളും. അത്ഭുതകരമായ മാറ്റമാണ്. പക്ഷെ ഞാനീ പറഞ്ഞ വരികൾ, ഞാനാ പറഞ്ഞ രീതിയിൽ ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇതാ ഇങ്ങനെ വെച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. അതാണ് അതിൻ്റെ രഹസ്യവിദ്യ. അതങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അമ്മയോട് അമ്മയുടെ ദാസിയാണല്ലേ ദാസനാണെന്ന് തന്നെ പറയണം. ഭദ്രകാളി അമ്മയെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ ഇപ്പം അടുത്ത ക്ഷേത്രത്തിൻ്റെ പേരൊന്നും വിളിച്ച് പറയണ്ട, ഭദ്രകാളി അമ്മ. ഈ വിദ്യ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കടുംപായസവും ചെമ്പരത്തിമാലയും നൽകുക. അതുപോലെ ചെയ്യണം. അന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു തരും. എല്ലാ തടസ്സങ്ങളെ അമ്മ തട്ടിമാറ്റും. എല്ലാ ആപത്തുകളെ അമ്മ തടയും. നിങ്ങൾക്ക് അമ്മ സകല സംരക്ഷണവും അനുഗ്രഹവും ഐശ്വര്യവും നൽകും. അത്ഭുത വിദ്യയാണ്. ഇത് ഈറനോടെ ചെയ്യണം. കുളിച്ചീറനോടെ തല തോർത്തുന്നതിന് മുമ്പ് കുളിമുറിയെന്ന് വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ മതി. ഇതിനപ്പുറത്തൊന്നുമില്ല. ഏറ്റവും രഹസ്യമായ വിദ്യ പറഞ്ഞു തരുന്നത്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇനിയും ഞാനെപ്പോഴും പറയും, ഇടത് കൈ കൊണ്ട് ഓം കൃഷ്ണായ നമ ജപിച്ച് നമ്മൾ പണം മേടിച്ച് ഓം കൃഷ്ണായ നമ ജപിച്ച് ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് ഇടത് കൈ പിടിച്ച് ഇടത് കൈ കൊണ്ട് തന്നെ പേഴ്സി വെക്കണം, അല്ലെങ്കിൽ ക്യാഷ് ട്രോയ് വെക്കണമെന്ന് പറയുന്നതിന് മറ്റൊരു രഹസ്യങ്ങളുണ്ട്. ഈ കൃഷ്ണ ഭഗവാനെ ഇതുപോലെ വിളിച്ചാൽ ആ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാവും. മാത്രമല്ല കൃഷ്ണൻ ഉള്ളിടത്ത് ആ മഹാലക്ഷ്മിയും ഉണ്ടായിരിക്കും. അതൊരു രഹസ്യമാണ്. നിങ്ങൾ നോക്കിക്കോ, വലിയ വലിയ കോടീശ്വരന്മാർ പലരും കൃഷ്ണഭക്ത, കൃഷ്ണനെ ഒരുപാട് വിളിക്കുന്നവരുണ്ട്. കാരണം മഹാലക്ഷ്മി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. മാത്രമല്ല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സ്ഥായിയാണ്, മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ സ്ഥായിയല്ല. എപ്പോഴും മഹാലക്ഷ്മി ഏറിയും കുറഞ്ഞു വിരിക്കും. അപ്പം ഭഗവാൻ കൃഷ്ണനെ വിളിക്കുന്നപ്പം മഹാലക്ഷ്മിയെ നിങ്ങൾ വിളിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ കൃഷ്ണ ഭഗവാൻ ഇതുപോലെ ഇടത് കൈ പണം കൈപ്പിടിച്ച് കൃഷ്ണനെ മന്ത്രം ജപിക്കുമ്പോൾ കൃഷ്ണനുള്ളിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മഹാലക്ഷ്മിയും വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണം വർദ്ധിച്ചു വരുന്നത് നിലനിൽക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം. അതുപോലെ മഹാലക്ഷ്മി മന്ത്രത്തിന് മുമ്പ് ശിവമന്ത്രം ജപിച്ചാലും, കാരണം ശിവനും കുബേരനും പണം നൽകിയത്, അല്ല കുബേരനും മഹാലക്ഷ്മിക്ക് ധനം നൽകിയത് ശിവനാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശിവമന്ത്രത്തിന് മുമ്പ്, അല്ല മഹാലക്ഷ്മിയുടെ മന്ത്രത്തിന് മുമ്പ് ശിവമന്ത്രം ജപിച്ചാലും അപാരമായ സമ്പത്ത് ഉണ്ടാകും. ആ വിദ്യ ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാവുന്ന സാധാരണ കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികളെ, ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, ആ കുട്ടികളെയൊക്കെ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ഈശ്വരീയമായ പ്രാർത്ഥനകളെ, അതുപോലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നല്ല പ്രാർത്ഥനകളെ, നല്ല മെഡിറ്റേഷൻസ്, ഇതൊക്കെ പഠിപ്പിക്കണം. അതായത് പഠിപ്പിക്കാവുന്ന പ്രായമനുസരിച്ച്. ഇപ്പം ശ്വാസം എടുക്കുമ്പോൾ അയിന്ന് ജപിക്കുക, വിടുമ്പം ശിവായ നമാന്ന് ജപിക്കുക. സാധാരണ ശ്വാസം. ഇത് 1/2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ അവർക്ക് പറ്റുന്ന ആ പ്രായമുള്ള കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ അവരൊക്കെ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. അതുപോലെ ഭദ്രകാളിയെ, കുട്ടികളെ ഭദ്രകാളിയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. സർവമംഗളമംഗല്യം ചൊല്ലിക്കുക. അവരേറ്റവും വിദ്യയിൽ ഏറ്റവും കേമന്മാരായിട്ട് വരും. ഭദ്രകാളി ജ്ഞാനത്തിൻ്റെ ദേവതയാണ്, ശക്തിയുടെ ദേവതയാണ്. എല്ലാത്തിനും ഭദ്രകാളിയുടെ അനുഗ്രഹം വേണം.
ഭദ്രകാളി എന്ന് തന്നെ പറഞ്ഞാൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഭദ്രകാളിയുടെ രൂപം തന്നെ കാണുന്ന മാത്രയിൽ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. കാരണം ആ ഒരു രൂപം കണ്ടവർ പിന്നെ എന്ത് കണ്ടാലും നിങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാകത്തില്ല. കാരണം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഭദ്രകാളിയുടെ രൂപം, ഭദ്രകാളി തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ശിരസിലാണ് സർവമായ ആ ആത്മാവ് കുടികൊള്ളുന്നതൊക്കെ ആ ഭൂമധ്യത്തിൽ ആ ശിരസിലാണ്. അപ്പോൾ ആ ശിരസ്സിനുള്ള ആ പ്രാധാന്യം, ആ ഒരു പ്രാധാന്യം നമ്മളെ കാണിച്ചു തരികയാണ്. പിന്നെ ഭദ്രകാളി എന്ന നാക്ക് വെളിയിലോട്ടിരിക്കുന്നു. നാക്ക് വെളിയിലോട്ടിട്ടാൽ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം മൗനത്തിൻ്റെ ശക്തി, ആ ധ്യാനത്തിൻ്റെ ശക്തി, ആ ഒരു ഇത് മനസ്സിലാക്കുന്നു. അതുപോലെ കൈപ്പത്തി കൊണ്ടുള്ള മാല അരക്കട്ടിൽ ധരിച്ചിരിക്കുന്നു. നമ്മുടെ കർമ്മമാണ് നമ്മളുടെ എല്ലാ വിധി നിശ്ചയിക്കുന്നത്. അതാണ് അമ്മ തരുന്ന സന്ദേശം. അപ്പം അമ്മയുടെ കറുത്ത നിറമാണ്. കറുപ്പെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ബ്രഹ്മം തന്നെയാണ് കറുപ്പ്. കാരണം കറുപ്പ് ഇരുട്ടെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉള്ളതാണ്. എപ്പോഴും ഉള്ളത് ഇരുട്ടാണ്. എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും എല്ലാ ആറ്റങ്ങളുടെ ഉള്ളിലും പ്രപഞ്ചം മുഴുവനും എപ്പോഴും ഉള്ളത് ഇരുട്ട് തന്നെയാണ്. അപ്പോൾ അതാണ്, അത് സോഴ്സ് ഇല്ലാത്തതാണ്. ശരിക്കും ബ്രഹ്മം തന്നെയാണ് അമ്മയുടെ ആ നിറം. അതുപോലെ തന്നെ ഇതെല്ലാം കാണിച്ചു തരുന്നത് ആ ശരിക്കുമുള്ള ജ്ഞാനത്തെയാണ് ഭദ്രകാളി കാണിച്ചു തരുന്നത്. ഇനി നാക്ക് വെളിയിലോട്ട് ഇടുന്നതിന് കേജരി വിദ്യ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്കുള്ള ഒരു നല്ല ഒരു കാര്യമാണ് പറഞ്ഞു തന്നത്, ആ ജ്ഞാനത്തിൻ്റെ മഹത്വം. അപ്പം ഈ ഭദ്രകാളിയമ്മയെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സർവമംഗളമംഗല്യെ ചൊല്ലാൻ പഠിപ്പിക്കണം. കഴിഞ്ഞ ദിവസത്തായിട്ട് ഒരു കൊച്ചുകുട്ടി സർവമംഗളമംഗല്യെ ചൊല്ലുന്ന ഞാൻ കണ്ടു. ഇവരൊക്കെ വലിയ അനുഗ്രഹമുള്ളവരാണ്, ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇവിടെ സാ എന്ന് ഉച്ചരിക്കുമ്പോഴും ഷി എന്ന് ഉച്ചരിക്കുമ്പോഴും ഈ ഉച്ചിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക മനസ്സുകൊണ്ട്. ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും, ഏറ്റവും വലിയ കഴിവുള്ളവരായിരിക്കും, ഏത് കാര്യത്തിലും വിജയിക്കുന്നവരായിരിക്കും. രഹസ്യവിദ്യയാണ് ഇത്. കുട്ടികൾ മാത്രമല്ല, പ്രായമുള്ളവർക്ക് ആർക്കും ചെയ്യാം. അപാരമായ അനുഗ്രഹം ഉണ്ടാകുന്നൊരു വിദ്യയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്, നമ്മളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളുമാണ് പറയുന്നത്. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.